അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കണ്ടിന്യൂഷൻ ആണേ ഇത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കുറച്ച് ബീഫ് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ. അങ്ങനെ കിച്ചണിലേക്ക് കയറി കറി വെക്കാനായിട്ട് ബീഫെല്ലാം തട്ടി പാത്രത്തിലേക്ക് ഇട്ട്. ബീഫല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ആവാമെന്ന് വിചാരിച്ച് ചെറിയ ഉള്ളിയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ അതെല്ലാം അങ്ങ് കഴുകി റെഡിയാക്കി വെച്ചിട്ട് ബീഫ് മഞ്ഞപ്പൊടിയും കുരുമുളകും ഒക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാനങ്ങ് വെച്ചേ. അങ്ങനെ മസാല എല്ലാം വഴറ്റി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയുടെ റെസിപ്പി ഉടനെ വരുന്നതാണേ. അങ്ങനെ ബീഫ് കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് തുണിയുണ്ടായിരുന്നു, കൊട്ട വെയിലത്ത് പോയി തുണി കഴുകാനായിട്ട് അങ്ങ് നിന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഈ സൗണ്ട് ഇപ്പം ഇങ്ങനെ മാറിയിരിക്കുന്നത്. അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു, അതങ്ങ് ഉപ്പിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് ഇട്ടതാ ചൂടുവെള്ളമൊക്കെ. കാന്താരി മുളക് കിട്ടിയിട്ടില്ലായിരുന്നു, അപ്പോൾ പിന്നെ പച്ചമുളകിലങ്ങ് ആക്കി പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതങ്ങ് അടച്ച് മാറ്റിങ്ങ് വെച്ചേ. അതിനിടയ്ക്ക് കൂടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അങ്ങനെ അതും എല്ലാം അങ്ങ് കഴുകി അങ്ങ് വെച്ച്. സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല ജോലിയായിരുന്നു. സൺഡേ ആണെന്ന് പറഞ്ഞാൽ നല്ല ജോലിയായിരുന്നു. ജോലിയെല്ലാം ചെയ്ത് നിന്ന് ക്ഷീണിച്ചപ്പോഴത്തേന് ഇക്ക ഒരു വെള്ളവും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി അങ്ങ് കുളിച്ച് റെഡി ആയിട്ട് വന്നു കേട്ടോ. ഈ ചൂടത്ത് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തൊരു സമാധാനം. അപ്പം നിങ്ങൾ ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ മുളക് ചെടിയിൽ ഇരുന്നതാണേ. ഇത് ജീവിയാണോ അതോ ഇലയാണോ എന്ന് തിരിച്ചറിയാനേ പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ ഇക്ക പറഞ്ഞപ്പോഴാണ് അത് ഇലയല്ല, ഒരു ജീവിയാണെന്ന് പറഞ്ഞത്. ഇല പോലെ തന്നെ, ഇല പോലെയെന്ന് വെച്ചാൽ ഇല എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് കാലും കൈയും വെച്ച് കണക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് വലിച്ചെടുത്തിട്ട് കയ്യിലൊക്കെ ഒന്ന് വെച്ച് നോക്കി. കയ്യിൽ അനാങ്കുട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴത്തേന് അവൻ ഒരു പേടിയില്ലാതെ അതിനെ ഇങ്ങനെ തൊടുന്നുണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ച അവൻ പേടിക്കുമായിരിക്കുന്നു. എൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തപ്പോഴത്തേന് അത് അനങ്ങാൻ തുടങ്ങി നന്നായിട്ട്. പക്ഷെ ഒരു പേടിയില്ലാതെ അതിനെ കൈ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഇലയാണെന്നാണ്. നിങ്ങൾ ഇങ്ങനത്തെ ജീവിയെ കണ്ടിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ബാക്ക് വശമൊക്കെ നോക്കിയാൽ ഒരു മരത്തിൻ്റെ ഇല എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഒരു ജീവിയാണെന്ന് വിശ്വസിക്കുകയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നതാ വേറെ ഒരു കറിയും എടുക്കാതെ ബീഫ് കറി മാത്രം കൂട്ടി ചോറങ്ങ് കഴിച്ചേ. അത് കഴിഞ്ഞതാ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നേ. എനിക്ക് കൊച്ചു വരിയേ ഉള്ളു. ആര് പറഞ്ഞു? എന്താ അതുകൊണ്ട് 2 ദിവസം സ്കൂളിൽ പോവാതെയൊക്കെ നിന്നിട്ട് ഞാൻ മേല് മാത്രം കഴുകുന്നുള്ളായിരുന്നു പണിയായിട്ട് കേട്ടോ. ഇപ്പം പനിയൊക്കെ മാറി. എന്നെ ഷവറിൽ വെള്ളം തുറന്ന് കുളിപ്പിക്കണമെന്ന് പറഞ്ഞ് ചുമയൊക്കെ ചുമച്ച് കാണിച്ചിട്ടാണ് അവൻ പോയത് കേട്ടോ. അങ്ങനെ ക്രിക്കറ്റൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ എന്നെ അങ്ങ് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ജ്യൂസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. റെസിപ്പി വീഡിയോ പുറകെ വരുന്നുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട്